ഒരാൾ വന്ന് കബീറിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രേമഭാജനത്തെ ആരിൽ നിന്നാണ് പഠിക്കാൻ കഴിയുക? കബീർ പറയുന്നുണ്ട്, നീ മരത്തെ അവഗണിച്ചാൽ കാടിനെ എപ്രകാരം ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ലയോ, അതുപോലെ പ്രേമഭാജനത്തെ അമൂർത്താവസ്ഥയിൽ നിനക്കൊരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്ന്. പ്രാണനാഥനെ നമുക്ക് കണ്ടെത്താൻ കഴിയണമെങ്കിൽ നാം അതിലേക്കാണ് തിരിയേണ്ടത്. കാടിനെ അന്വേഷിക്കുന്നവൻ മരങ്ങളെ അവഗണിച്ചാൽ കാടിനെ കണ്ടെത്താൻ കഴിയില്ല. മരങ്ങൾ ചേർന്നതാണ് കാട് എന്നുള്ളത്. പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും ചേർന്ന് വരുമ്പോഴാണ്, ഓരോന്നിനെയും കാണാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവമെന്ന പ്രതിഭാസത്തെ, നമ്മുടെ പ്രേമഭാജനത്തെ നമുക്ക് കാണാൻ കഴിയുക എന്നാണ് കബീർ പറഞ്ഞു വെക്കുന്നത്. ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ പോകുന്നത് അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും ചർച്ചുകളിലേക്കും മഠങ്ങളിലേക്കും ഒക്കെയാണ്. ദേവാലയങ്ങളിലല്ല ദൈവം ഇരിക്കുന്നത്, അവിടെ അവനെ പൂജിക്കാനുള്ള ഇടങ്ങൾ മാത്രമാണ്. ദൈവം ഇരിക്കുന്നത് നമുക്ക് മുമ്പിലുള്ള എല്ലാ കാഴ്ചകളിലുമാണ്, നമ്മുടെ സഹജീവികളിലാണ്, നമ്മുടെ അയൽവാസികളിലാണ്, നമ്മുടെ ബന്ധങ്ങളിലാണ്, സർവമാന മനുഷ്യരിലുമാണ്, സർവമാന പ്രതിഭാസങ്ങളിലുമാണ്. അവിടെയാണ് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയുക എന്നാണ് കബീർ പറഞ്ഞു വയ്ക്കുന്നത്.